بسم الله الرحمن الرحيم قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا أيها الناس أوصيكم وإياي نفسي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ രംഗങ്ങളിലും സൂക്ഷ്മതയോടുകൂടി പാലിച്ച് ഒരു മുത്തഖിയായി ജീവിച്ച് മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഒരു മുവഹിദായി കൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ അതിന് വലിയ പരിശ്രമങ്ങൾ ആവശ്യമാണ്. നമ്മുടെ ഭാഗത്തു നിന്നും അതിന് എല്ലാ തരത്തിലുമുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണമേ എന്ന് ഏറെ ഗൗരവത്തോടുകൂടി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഷ്ഠിച്ചു പോരുന്ന എല്ലാ സൽക്കർമ്മങ്ങളും ഏറ്റവും നല്ല രൂപത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് ദഅവത്ത് എന്നും ആളുകളിലേക്ക് നന്മകൾ എത്തിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നും ഇനി അത് ശ്രദ്ധിച്ചില്ല എങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നും നമ്മുടെ ഉദ്ദേശം കേവലം ഇത് എത്തിക്കുക എന്നതും അത് നിർബന്ധിപ്പിക്കുക എന്നതുമല്ല, ഇതൊക്കെയാണ് മുമ്പുള്ള ഖുതുബകളിൽ നമ്മൾ സംസാരിച്ചു വന്നത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കേവലം കർമ്മങ്ങളിൽ മാത്രം അല്ലെങ്കിൽ ആ കർമ്മങ്ങളുടെ പുറമോടിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഒരു ഇബാദത്തിന്റെ ഭംഗി എന്ന് പറയുന്നത്. ഇബാദത്തിന്റെ ഭംഗി അത് ആരംഭിക്കുന്നത് മനസ്സിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു ഇബാദത്താകട്ടെ, പ്രത്യേകിച്ചും ആളുകളുമായി ഇടപഴകുന്ന രംഗങ്ങളിലുള്ള ഇബാദത്തുകൾ, പ്രത്യേകിച്ച് ദഅവത്ത് പോലെയുള്ള ആളുകളിലേക്ക് നന്മകൾ നമ്മൾ എത്തിക്കുന്ന രംഗങ്ങളിലാവട്ടെ, നമ്മുടെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നതും നമ്മുടെ നീയത്ത് എന്ന് പറയുന്നതും വളരെ വലിയ ഒരു ഘടകമാണ്. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിൽ ഖിയാമത്ത് നാൾ വരെയുള്ള തന്റെ മുസ്ലിം ഉമ്മത്തിൽ ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ച് ഭയപ്പെട്ടിരുന്നു. ധനത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ധനം അത് അധികരിക്കുന്നത് വലിയ പ്രയാസമാണ്. അതുപോലെ സ്ത്രീകളുടെ വിഷയം അത് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെ ധാരാളം വിഷയങ്ങളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിൽ ഭയപ്പെട്ടിരുന്നു. ആ കൂട്ടത്തിൽ ഏറ്റവും അധികം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടിരുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും. ആ വാചകത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും, നിങ്ങളിൽ ഒരുപാട് വിഷയങ്ങളിൽ ഭയപ്പെടുന്നു, പക്ഷെ ഇന്ന അഖ്വഫ, അതിലേറ്റവും ഞാൻ ഭയപ്പെടുന്നത് അശ്ശിർകുൽ അസ്ഗർ, അത് ചെറിയ ശിർക്കാണ്. ഷിർകുൽ അസ്ഗർ, ചെറിയ ശിർക്ക്. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദജ്ജാലിനേക്കാൾ വലിയ ഫിത്നയാണ് ഷിർകുൻ അസ്ഗർ എന്ന. എന്താണ് ഷിർകുൻ അസ്ഗർ എന്ന് പറയുന്നത്, അഥവാ ചെറിയ ഷിർക്ക് എന്ന് പറയുന്നത് എന്താ? നോക്കൂ, ഇബാദത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബാദത്തിന്റെ എല്ലാ രംഗങ്ങളും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മാത്രം ഡയറക്റ്റ് ചെയ്യേണ്ടുന്നതാണ്. അത് അല്ലാഹു അല്ലാത്ത ഒരാളുടെ വജ്ഹ് പ്രതീക്ഷിക്കുകയോ അല്ലാഹു അല്ലാത്ത ഒരാള് ഇത് കാണണമെന്നോ അംഗീകരിക്കണമെന്നോ ആഗ്രഹിക്കുന്നത് എന്താണ്? ഷിർകുൻ അസ്ഗറാണ്. അത് ആ ഇബാദത്തിനെ മറ്റൊരു സൃഷ്ടിയിലേക്ക് തിരിച്ചുവിടലാണ്, അല്ലാഹു അല്ലാത്ത ഒരാളിലേക്ക് ആ ഇബാദത്തിനെ തിരിച്ചുവിടലാണ്. നോക്കൂ, ഇമാം നസാഇ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യഖ്ബലു മിനൽ അമൽ,
അമലുകൾ സ്വീകരിക്കുകയില്ല ഇല്ലാ മാ കാന ഖാലിസൻ. ഇഖ്ലാസോടുകൂടി അല്ലാത്ത കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. വബ്തുഗിയ ബിഹി വജ്ഹുഹു, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിക്കുന്ന, അള്ളാഹുവിന്റെ മാത്രം തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ഇഖ്ലാസോടുകൂടി അത്രയേറെ നിഷ്കളങ്കതയോടുകൂടി ഉദ്ദേശശുദ്ധിയോടുകൂടി മാത്രം ചെയ്യുന്ന കർമ്മങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. അല്ലാത്തതൊന്നും അത് എത്ര വലുതായാലും, അതിന്റെ വലിപ്പം എത്രയായാലും, അതിന്റെ ദൈർഘ്യം എത്രയായാലും, അതിന്റെ ഭംഗി എത്രയാണ് എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല. നമുക്ക് ഇബാദത്തുകൾ, അത് ദഅവത്താകട്ടെ, നമ്മുടെ വ്യക്തിപരമായി നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളാകട്ടെ, ഏതേത് രംഗങ്ങളിലുള്ള ഇബാദത്താകട്ടെ, അതിനൊക്കെ മറ്റുദ്ദേശങ്ങളും വരാം. അതിനൊക്കെ ദുനിയവിയായ പല ലാഭങ്ങളും കാര്യലാഭങ്ങളും പല സ്വാർത്ഥ താല്പര്യങ്ങളും അതിലുണ്ടാകാം. നോക്കൂ, ഇമാം ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ത്വലബൽ ഇൽം, ഒരാട് ഇൽമ് നേടുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഒരു വിഷയത്തെ അയാൾ പഠിക്കുന്നു, ഏതെങ്കിലും ഒരു വിഷയം അതിനെ പഠിക്കുന്നു. എന്തിനാണ് അയാൾ അത് പഠിക്കുന്നത്? അള്ളാഹുവിന്റെ അടുക്കൽ തൃപ്തി ലഭിക്കാൻ വേണ്ടിയാണോ? അവര് നാളെ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണോ? അങ്ങനെ ആവണം നിർബന്ധമില്ല. ലിയുജാരിയ ബിഹിൽ ഉലമാ, അവൻ ഉലമാക്കളുമായി കടപിടിക്കാൻ, അവൻ പണ്ഡിതന്മാരുമായി ഒന്ന് മത്സരിക്കാൻ. ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞ വിഷയത്തിന് അതിനൊരു എതിരഭിപ്രായം ഉണ്ട് എങ്കിൽ അതിനുവേണ്ടി ആ പണ്ഡിതനെ ഒന്ന് ഇരുത്താൻ വേണ്ടി, അയാൾക്കെതിരെ ഒരു വാദം പറയാൻ വേണ്ടി ഇൽമ നേടുന്ന ആളുകൾ ഉണ്ടാകും. ഔ യുമാരിയ ബിഹി സുഫഹാ, അധികം വിവരമൊന്നുമില്ലാത്ത ആളുകൾക്കിടയിൽ, വലിയ വിവരമൊന്നുമില്ലാത്ത ആളുകൾക്കിടയിൽ വലിയ ആളാകാൻ വേണ്ടി, അവർക്കിടയിൽ ഒന്ന് തർക്കിക്കാൻ, അവരുടെ ഇടയിൽ വലിയ സംസാരക്കാരനായി മാറാൻ അതിനുവേണ്ടി ഇൽമ നേടുന്ന ആളുകൾ ഉണ്ടാകും. ഔ യസ്രിഫ വുജൂഹന്നാസ്, ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ഇൽമ നേടുന്ന ആളുകൾ ഉണ്ടാകും. ആളുകൾ പറയണം ഇവൻ വലിയ ഇൽമുള്ള ആളാണ്, ആളുകൾ പറയണം ഇവൻ ഖുർആനൊക്കെ അറിയുന്ന ആളാണ്, ദീനുൽ ഇസ്ലാമിന്റെ പല വിഷയങ്ങളെ സംബന്ധിച്ച് നല്ല അറിവുള്ള ആളാണ് എന്നൊക്കെ പറയണം എന്ന ഉദ്ദേശത്തോടു കൂടി ഇൽമ നേടുന്ന ആളുകളുണ്ട്. അദ്ഖലഹുല്ലാഹുന്നാർ, അതിൽ വേറൊന്നുമില്ല, അതിൽ വേറെ പറച്ചിലുകളൊന്നുമില്ല. അദ്ഖലഹുല്ലാഹുന്നാർ, അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ പ്രവേശിക്കുമെന്നാണ്. നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ ദഅവത്താകട്ടെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിഷയങ്ങളെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രംഗങ്ങളിലാകട്ടെ, നമ്മൾ നമ്മുടെ ഫോണുകളിലൂടെ നന്മകൾ ഷെയർ ചെയ്യുന്ന വിഷയത്തിലാകട്ടെ, എന്താണ് നമ്മുടെ ഉദ്ദേശം എന്നത് വളരെ വലിയ ഒരു വിഷയമാണ്, വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. എന്താണ് നമ്മൾ ഓരോന്നും ഷെയർ ചെയ്യുമ്പോൾ, ആളുകളോട് ഓരോന്നും പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണ്? നമ്മൾ നമ്മളോട് തന്നെ ആത്മവിചിന്തനം നടത്തേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇമാം ബൈഹഖി റഹിമഹുല്ലാഹ് അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ, ഇദാ സല്ല റജുൽ, ഒരു മനുഷ്യൻ നമസ്കരിക്കുകയാണ്, യുറാഇ ബിസ്വലാത്തിഹി, അവന്റെ നമസ്കാരം ആരെങ്കിലും കാണുന്നുണ്ട് എന്നവന് മനസ്സിലായാൽ, അവൻ പള്ളിയിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വീട്ടിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നു, അവിടെ ഇപ്പം ആരും ഉണ്ടാവില്ല, ഒരാള് അവന്റെ നമസ്കാരം കാണുന്നുണ്ട് എന്ന് അവന് മനസ്സിലായാൽ, യുഹസ്സിനു സ്വലാത്തഹു, മറ്റൊരു റിപ്പോർട്ടിൽ ഫയുസയ്യിനു സ്വലാത്തഹു, അവനവന്റെ നമസ്കാരത്തെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നു, കൂടുതൽ മനോഹരമാക്കുന്നു, കൂടുതൽ നന്നാക്കുന്ന. റുക്കുവൊക്കെ ഒന്നുകൂടെ ഒന്ന് കുനിഞ്ഞു നിന്ന് ഒന്നുകൂടെ സ്ട്രെയിറ്റ് ആയി, അല്ലെങ്കിൽ അവൻ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു, അപ്പൊ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഖുർആൻ ഒന്നുകൂടെ ഒന്ന് നീട്ടിയും കുറുക്കിയൊക്കെ ഒന്നുകൂടെ ഒന്ന് നന്നാക്കി ഒന്ന് പരിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യുന്നു. അവൻ ചെയ്യുന്ന ഇബാദത്തിനെ അവൻ ഒന്നുകൂടെ ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് അവൻ ഭംഗിയാക്കുന്നു. ലിമാ യറാ മിൻ നദരിൻ നാസ് ഇലൈഹി ഫതിൽക റിയ, അങ്ങനെ ആളുകളുടെ ആ നോട്ടം കിട്ടാൻ, ആളുകളുടെ ആ ഒരു അറ്റൻഷൻ കിട്ടാൻ, ആ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഇബാദത്തുകളെ ഭംഗിയാക്കുന്ന ആളുകൾ, ഇബാദത്തുകളെ കൂടുതൽ ഭംഗിയുള്ളതാക്കി ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാൻ, അത് റിയാ ആണ്, അത് ശിർക്കുൻ അസ്ഗറാണ്. നോക്കൂ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, ഇന്നർ റജുൽ, ഒരു മനുഷ്യൻ, ലയുതീലു സ്വലാതഹു യുറാഇ ബിഹാ, ലയുതീലു സ്വലാതഹു, അവന്റെ നമസ്കാരത്തെ ദീർഘിപ്പിക്കും. ചിലപ്പോൾ എന്തെങ്കിലും തിരക്കൊക്കെ ഉണ്ടാവും, പെട്ടെന്ന് നിസ്കരിച്ചിട്ട് പോയിക്കാൻ. അപ്പൊ ആരെങ്കിലും ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ, ഞാൻ പെട്ടെന്നൊക്കെ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആളുകൾ വിചാരിക്കൂല ഞാൻ കോഴി കൊത്തണ പോലെ നിസ്കരിക്കുന്ന ആളാണ്. അപ്പൊ കുറച്ചും കൂടെ ഒന്ന് നീട്ടി ഒരു സുജൂദൊക്കെ ചെയ്ത് കുറച്ചും കൂടെ റുക്കുവൊക്കെ കുറച്ചും കൂടെ ആക്കി, ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഫാത്തിഹയൊക്കെ ഓതറുണ്ട്, ഇയാൾ എന്ത് സ്പീഡിലാണ് നമസ്കരിക്കുന്നതെന്ന് ആരെങ്കിലുമൊക്കെ ചിന്തിച്ചാലോ, അതുകൊണ്ട് കുറച്ച് സമയമെടുത്ത് നമസ്കാരമൊക്കെ കുറച്ച് നീട്ടി കുറച്ച് തഖ്വയുള്ള നമസ്കാരമാക്കി മാറ്റുക. സഹോദരങ്ങളെ, വലിയ അപകടം പിടിച്ചൊരു സംഗതിയാണ്.
നമ്മുടെ ഏതേത് രംഗങ്ങളിലാകട്ടെ, നമ്മുടെ ദഅവത്തിന്റെ രംഗങ്ങളിലാകട്ടെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മളൊരു പരിപാടി സംഘടിപ്പിക്കാൻ ഈ പരിപാടി സംഘടിപ്പിക്കുന്നു. അടുത്ത ദിവസം ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഫോട്ടോ നമ്മുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുക, അല്ലെങ്കിൽ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാം. ഇങ്ങനൊരു പരിപാടി നടന്നു, ഇത്രയേറെ ആളുകൾ പങ്കെടുത്തു എന്ന് പറഞ്ഞു. എന്താണ് നമ്മുടെ ഉദ്ദേശം? അത് വലിയൊരു വിഷയമാണ്. ചില ആളുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഞങ്ങളൊരു പരിപാടി നടത്തി, അതിൽ ഇത്രയേറെ ആളുകൾ പങ്കെടുത്തു, ഇത് ചില ആളുകളൊക്കെ കാണട്ടെ. ചില ആളുകൾ ഇതര സംഘടനകളിലുള്ള ആളുകളൊക്കെ ഉണ്ടാവും, അവരൊക്കെ ഒന്ന് കാണട്ടെ, ഞങ്ങൾ പരിപാടി നടത്തി, ഒരുപാട് ആളുകൾ സംഘടിപ്പിച്ച് ഞങ്ങളൊരു പരിപാടി നടത്തിയപ്പോൾ ഇത്രയേറെ ആളുകൾ, നൂറുകണക്കിന് ആളുകൾ അവിടെ ഉണ്ടായി. നിങ്ങളൊക്കെ പരിപാടി നടത്താറുണ്ടോ? നിങ്ങളൊക്കെ പരിപാടികളിൽ എത്ര ആളുകളുണ്ട്, എത്ര ജനത്തിരക്കുണ്ട്? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഈ നീയത്തിൽ ഒരു ഫോട്ടോ ഇടുന്ന ആളുകളുണ്ട്. അതല്ല എങ്കിൽ നമ്മളൊരു പരിപാടി ഇവിടെ നടത്തുന്നുണ്ട്, നമ്മളിവിടെ പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് എന്ന് നാലാൾ അറിയട്ടെ. നമ്മുടെ ശാഖയൊക്കെ വളരെ ആക്റ്റീവാണ്, നമ്മൾ പള്ളിയുമായി ബന്ധപ്പെട്ട് ധാരാളം പരിപാടികൾ നടക്കുന്നുണ്ട് എന്ന് നാലാൾ അറിയട്ടെ എന്ന നീയത്തിൽ ഈ ഫോട്ടോ ഇടുന്ന ആളുകളുണ്ട്. അതല്ലാതെ ഉദ്ദേശശുദ്ധിയോടുകൂടി ഒരുപാട് ആളുകളിലേക്ക്, അൽഹംദുലില്ലാ, ഇത്രയേറെ ആളുകളിലേക്ക്, 19 ആളുകളിലേക്ക് അല്ലാഹുവിന്റെ ദീന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. അൽഹംദുലില്ലാ. ഇത് കാണുന്ന ഒരാൾ ചിന്തിക്കണം, അയാൾക്ക് ഈ അവസരം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇതുപോലെ അടുത്തൊരു അവസരം വരുമ്പോ അയാളും ഈ പരിപാടിയിലേക്ക് വരട്ടെ എന്ന നിയത്തോടുകൂടി, എന്ന നല്ല ഉദ്ദേശത്തോടുകൂടി ഒരു ഫോട്ടോ ഷെയർ ചെയ്യുന്ന ആളുകളുണ്ടാവും. എല്ലാ നിലക്കും, എല്ലാ ഇബാദത്തുകൾക്കും അതിന്റെ ഉദ്ദേശങ്ങൾ മാറുന്നതനുസരിച്ച് ആ ഒരു ഇബാദത്തിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാനുള്ള മാനദണ്ഡങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ഓതി അവസാനിപ്പിച്ച പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്താണ് നമ്മളിവിടെ ഓതിയത്. ഫമൻ കാന യർജു ലിഖാഅ റബ്ബി, ഫമൻ കാന യർജു, ആരെങ്കിലും കൊതിക്കുന്നുണ്ട് എങ്കിൽ, ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ലിഖാഅ റബ്ബി, അവന്റെ റബ്ബിനെ കണ്ടുമുട്ടണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ഫൽയഅമൽ അമലൻ സ്വാലിഹാ, അവൻ നല്ല അമലുകൾ, സ്വാലിഹായ അമലുകൾ പ്രവർത്തിക്കട്ടെ. എന്നിട്ടോ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, അവൻ അല്ലാഹുവിനെ തൊട്ട് ഒരാളെയും പങ്കു ചേർക്കാതിരിക്കട്ടെ. ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാ ആയത്തിന് കൊടുത്ത വിശദീകരണം, ആ അവസാനം ശിർക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത്, അതിന്റെ അർത്ഥം എന്താ? ലാ യുറാഇ ബിഅമലിഹി അഹദൻ, ഒരാളും ആ അമൽ കാണണമെന്ന് ആഗ്രഹിക്കാതെ ഇഖ്ലാസോടുകൂടി. ഹാദല്ലദീ യുറാഇ ബിഅമലിഹി, അങ്ങനെ ഒരാൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നതും ആളുകൾ കാണാൻ വേണ്ടി അമലുകൾ ചെയ്യുന്നതും, ആളുകളുടെ തൃപ്തിക്ക് വേണ്ടി, ആളുകളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി അമലുകൾ ചെയ്യുന്നതും, ഖദ് അശ്റക ഫിൽ ഇബാദത്തി ഗൈറല്ലാഹി ശിർകുൻ അസ്ഗർ, ഖദ് അശ്റക ഫി ഇബാദത്തി, അവൻ ആ ഇബാദത്തിൽ ചെയ്ത ശിർക്കാണ്, അല്ലാഹുവിൽ പങ്കു ചേർത്തതാണ്. കാരണം ആ ഇബാദത്തിന്റെ പൂർണ്ണമായ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമായിരിക്കണം. അതല്ലാതെ വേറെ എവിടേക്കെങ്കിലും ഒരു ഡയറക്ഷൻ മാറിയാൽ അത് വലിയ പ്രയാസത്തിലേക്ക് എത്തിക്കും. റിയാ എന്ന് പറയുന്നത്, ലോകമാന്യത എന്ന് പറയുന്നത്, ആളുകൾ കാണാൻ വേണ്ടി ഇബാദത്തുകൾ ചെയ്യുന്നത്, ആളുകളുടെ തൃപ്തിക്ക് വേണ്ടി, അത് വളരെ വലിയ വിശാലമായ ഒരു വിഷയമാണ്. അതിന് പല തലങ്ങളുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിക്കീൻ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇതിനെ വളരെ വിശാലമായി കൊണ്ട് പരിചയപ്പെടുത്താൻ, റിയാ എന്ന് പറയുന്നത് അൻവാഉൻ വ മറാത്തിബ്, അൻവാഉൻ അത് പലതരത്തിലുണ്ട്, വ മറാത്തിബ് അതിന് പല ലെവലുകളുണ്ട്, ചെറുതുണ്ട്, വലുതുണ്ട്, പലതരത്തിലുണ്ട്. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുക, അദ്നാഹ, അതിലേറ്റവും ചെറുത് എന്ന് പറയുന്നത് അയ്യഅമലൽ അബ്ദൽ അമൽ, ഒരു അടിമ ഒരു സൽക്കർമ്മം ചെയ്യുന്നു, ഒരു ഇബാദത്ത് അയാൾ ചെയ്യുന്നു, യറാഹുൻ നാസ്, ഇനി ജനങ്ങൾ അത് കണ്ടാലോ, ഫയസുറു ബിറുയതിഹിം ലഹു, അവന് ഒരു സന്തോഷം, അവനൊരു സന്തോഷം ആളുകൾ അത് കണ്ടപ്പോ. എന്നാൽ വഹുവ ലാ യൻവി ബിഅമലിഹി മിനൽ അസ്ലി ഇല്ലല്ലാഹ്, അസ്ലിയായി ശരിയായി അവൻ അല്ലാഹുവിന് മാത്രം ഉദ്ദേശിച്ച ഒരു കർമ്മമാണ്. അവനത് ചെയ്തു തുടങ്ങിയത് അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചാൽ, അല്ലാഹു മാത്രമാണ് ആ കർമ്മം ചെയ്യുമ്പോൾ അവന്റെ ലക്ഷ്യം. പക്ഷെ അതിന്റെ ഒപ്പം ആരെങ്കിലും ഒന്ന് കാണുമ്പോൾ അവനൊരു സന്തോഷം, ഒരാൾ കണ്ടല്ലോ എന്ന് ഓർത്തൊരു സന്തോഷം അവന്റെ മനസ്സിലുണ്ടായാലോ, വലാകി യദ്ഖുലു അലൈഹി ഫി അസ്നാഇഹി മാ യുഫ്സിദു, അത് പിന്നീട് അവന്റെ നിയ്യത്തിലേക്ക് കടന്നു കയറിയ ഒരു ചിന്തയാണ്. അലൈഹി ഫി അസ്നാഇഹി, അത് പിന്നീട് കയറിക്കൂടിയതാണ്. തുടങ്ങിയപ്പോഴോ അല്ലാഹുവിനെ മാത്രം ഉദ്ദേശിച്ചു. അപ്പൊ ആ കർമ്മം അവൻ ചെയ്തത് ആളുകളെ കാണിക്കാൻ വേണ്ടിയല്ല, ആളുകൾക്ക് വേണ്ടി, ആളുകളുടെ തൃപ്തിക്ക് വേണ്ടി, ആളുകളെ കാണണം, ആളുകൾ അംഗീകരിക്കണം, ആളുകളുടെ പ്രശംസ, ഇതിനൊന്നും വേണ്ടിയല്ല.
അസ്ലി ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ചാണ് അവൻ ചെയ്തത്. പക്ഷേ അവൻ ആ ഇബാദത്ത് ചെയ്തപ്പോ, അവൻ ആ കർമ്മം ചെയ്തപ്പോ, അവന്റെ ആ സംസാരം എന്താകട്ടെ അത് അള്ളാഹുവിന് മാത്രം ചെയ്തു. പക്ഷെ ഒരാളത് കാണുമ്പോ അവനൊരു സന്തോഷം മനസ്സിൽ തോന്നിയാൽ അതും റിയാ ആണ്. ഇതിൽ ഏറ്റവും ഭീകരമായത്, ഏറ്റവും വലുതേതാണ്? ഇതിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത് യുരീദു ബിഹി, അതുകൊണ്ട് അവൻ ഉദ്ദേശിക്കണം, ആ ഇബാദത്ത് കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് മൻസിലതൻ ഇൻദന്നാസ്, ജനങ്ങൾക്കിടയിൽ ഒരു പൊസിഷൻ അവൻ ആഗ്രഹിക്കുകയാണ്. ഒരു പൊസിഷൻ, ജനങ്ങൾക്കിടയിൽ ഞാൻ വലിയ തരക്കേടില്ലാത്ത ആളാണ്, ഞാൻ മോശപ്പെട്ട ആളല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി, വമഹബ്ബതഹും, ആളുകളുടെ ഇഷ്ടം ലഭിക്കാൻ, ആളുകളുടെ ഇഷ്ടം ലഭിക്കാൻ, വതഅദീമഹും ലഹ്, ആളുകൾ അവനെ മഹത്വപ്പെടുത്താൻ വലിയൊരു സംഭവമാണ് എന്ന് ജനങ്ങൾക്കിടയിൽ ഒരു തോന്നലുണ്ടാക്കാൻ, ഫയത്ലുബു ബിഅമലിഹി മകാനതഹു ഫീ ഖുലൂബിഹിം, അവൻ ആ കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ മകാനതൻ, ഒരു സ്ഥാനം, ഒരു സ്ഥലം, ജനങ്ങളുടെ ഹൃദയത്തിൽ അവനൊരു സ്ഥാനം. അവനെ കാണുമ്പോ ആളുകൾ മാഷാ അല്ലാഹ് കൊള്ളാം, അവനാള് തിരക്കേടില്ല, നല്ല ഇൽമുള്ള ആളാണ്, നല്ല ഇബാദത്തുകളൊക്കെ ചെയ്യുന്ന ആളാണ്, ദഅ്വ മേഖലയിലൊക്കെ വളരെ ആക്റ്റീവാണ്. ഇതൊക്കെ പറയാൻ വേണ്ടി ഇതും ഒക്കെ അവൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവന്റെ ഇബാദത്തിലെ ആ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നോക്കൂ, തുടർന്നുകൊണ്ട് അദ്ദേഹം പറയാ, വഅഖ്ഫാഹ, അതിലേറ്റവും ഒളിഞ്ഞു കിടക്കുന്നത്, വഅഖ്തറുഹ, അതിലേറ്റവും അപകടം പിടിച്ചത് എന്ന് പറയുന്നത്, അയ്യുഹിബ്ബൽ അബ്ദു അയ്യുറാ ബിസീമസ് സാലിഹീൻ, അതിലൊരാൾ ആഗ്രഹിക്കലാണ് ഞാനൊരു സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളാണ് എന്ന്, അതിന്റെ അടയാളങ്ങളിൽ എന്നിൽ ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുക. ബിസീമസ് സ്വാലിഹീൻ, അതിന്റെ അടയാളങ്ങൾ, സ്വാലിഹായ പണ്ഡിതന്മാരും ഉലമാക്കളും അവരുടെയൊക്കെ ഒരു അടയാളം എന്നിൽ ഉണ്ടാകണം. അതുകൊണ്ട് അവരെ പോലെ നടക്കുക, അവരെ പോലെ പെരുമാറുക, അവരെ പോലെ സംസാരിക്കുക. അപ്പൊ ആളുകൾ അങ്ങനെ എന്നെ കാണണം, ഞാൻ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലാണ് എന്ന് ആളുകൾ മനസ്സിലാക്കണം. അവരുടെ അടയാളങ്ങളിൽ നിന്ന് ഉണ്ടാകണം, അവരുടെ വസ്ത്രമൊക്കെ ധരിച്ച് അവരെ പോലെ നടക്കാനും അവരെ പോലെ കാര്യങ്ങൾ ചെയ്തും ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ നോക്കുന്ന, ലിയഖ്ബലന്നാസു ദഅവതഹു, എന്നാലേ ആളുകൾ എന്റെ ദഅവത്ത് സ്വീകരിക്കൂ എന്ന ഒരു ചിന്ത. ഞാൻ അങ്ങനെയൊക്കെ നടന്നാലേ, ഞാൻ അങ്ങനെയൊക്കെ അഭിനയിച്ചും അങ്ങനെയൊക്കെ ആളുകൾക്ക് മുമ്പിൽ ഒരു വേഷം കെട്ടി നടന്നാലേ ആളുകൾ എന്റെ ദഅവത്ത് സ്വീകരിക്കൂ എന്ന ഒരു ചിന്ത, എന്നാലേ ഞാൻ പറഞ്ഞാൽ ആളുകൾ അംഗീകരിക്കൂ എന്ന ഒരു ചിന്തയിൽ അങ്ങനെ ബിസീമസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ അടയാളം തന്നിൽ ഉണ്ടാകണമെന്ന ഒരു ആഗ്രഹം. വയസ്മഉ കലാമഹ്, എന്നാലേ ഞാൻ പറയുന്നതിന് ആളുകൾക്ക് ചെവി തരൂ, ഞാൻ പറഞ്ഞാൽ എന്നാലേ ആളുകൾ ശ്രദ്ധിക്കൂ, ഞാൻ പറഞ്ഞ ഇങ്ങനെയൊക്കെ അടയാളങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ഞാൻ ഇങ്ങനെയൊക്കെ നടന്ന് ആളുകളുടെ ഇടയിൽ അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടാക്കി വെച്ചാലേ ഞാൻ പറയുന്നതൊക്കെ ആളുകൾ കേൾക്കൂ, ഗൗരവത്തിലെടുക്കൂ, ആ ഒരു ഉദ്ദേശത്തോടു കൂടി അങ്ങനെ നടക്കുന്നത്. വയഅ്തഖിദു ഫീഹിൽ ഖൈർ, ആളുകൾ എന്നെ കാണുമ്പോ തന്നെ ഒരു നന്മ അവരുടെ മനസ്സിൽ തോന്നണം, ഇവനൊരു നന്മയുടെ ആളാണ്, ഇവൻ ഖൈറിന്റെ ആളാണ്, ഇവൻ വലിയ ഇബാദത്തിന്റെ ആളാണ് എന്നൊരു തോന്നൽ, നമ്മളെ സംബന്ധിച്ച് ഒരു നല്ല ചിന്ത ആളുകളിൽ ഉണ്ടാകണം എന്ന ഒരു തോന്നൽ. ഫയുസ്നു അലൈഹി വയുജില്ലുഹു, ആളുകൾ എന്നെ പ്രകീർത്തിക്കണം, എന്റെ പേര് കേൾക്കുമ്പോ തന്നെ ആളുകൾ ഇവൻ തിരക്കേടില്ല, അവൻ ആൾ ഉഷാറാണ് എന്നൊക്കെ പറയണം, അവനെ മഹത്വപ്പെടുത്തണം, അവനെ സ്തുതിക്കണം എന്ന ഒരാഗ്രഹം. ഫയത്മഇന്ന ഖൽബുഹു ഇലാ ദാലിക്, അവന്റെ ഹൃദയം അങ്ങനെയുള്ള വിഷയങ്ങളിലാണ് സമാധാനമടയുക. അതൊക്കെ കേൾക്കുമ്പോഴാണ് അവനൊരു സന്തോഷം ഉണ്ടാവുക. ആളുകൾ ഇങ്ങനെ നമ്മളെ പറ്റി പറയണം, നമ്മൾ വലിയ ദഅവത്തിന്റെ ആളുകളാണ്, നമ്മൾ വലിയ പരിപാടികളൊക്കെ നടത്തുന്ന ആളുകളാണ്, ആളുകൾ ഇങ്ങനെ സ്ഥിരമായി കൊണ്ട് നമ്മളെ പറ്റി ചർച്ച ചെയ്യണം. ഈ ഉദ്ദേശത്തിൽ ആളുകൾ ഇങ്ങനെ പറയാൻ, ആളുകൾ ഇഷ്ടപ്പെടാൻ, ആളുകൾ അംഗീകരിക്കാൻ, ആരെങ്കിലുമൊക്കെ നമ്മുടെ പരിപാടി കണ്ട് സന്തോഷിക്കണം, ഈ ഉദ്ദേശത്തിൽ ഇബാദത്തുകൾ ചെയ്യുന്ന, ഈ ഉദ്ദേശത്തിൽ ആളുകളിലേക്ക് നന്മ എത്തിക്കുന്ന ആളുകൾ, ഫയത്മഇന്ന ഖൽബുഹു ഇലാ ദാലിക്, അവന്റെ ഹൃദയത്തിന് സമാധാനം കിട്ടുന്നത് എപ്പോഴാ? യഥാർത്ഥത്തിൽ അവന്റെ ഹൃദയത്തിന് സമാധാനം കിട്ടേണ്ടത് എപ്പോഴാ? അല്ല, നിങ്ങൾ അറിയണം, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, നിങ്ങളുടെ ഹൃദയത്തിന് ആ ശാന്തി കിട്ടേണ്ടത്, നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനം കിട്ടേണ്ടത് എവിടുന്നാ? ബിദിക്രില്ലാ, അള്ളാഹുവിന്റെ ദിക്ർ ഓർക്കുമ്പോഴാണ്, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോഴാ. അതാ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ നമ്മളെ പഠിപ്പിച്ചത്, ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂനി വലാ തക്ഫുറൂൻ. ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കുമ്പോൾ അദ്കുറുക്കും, ഞാൻ നിങ്ങളെ ഓർക്കും.
അതാണ് റിയാ ഇല്ലാത്ത ഒരു മനസ്സ്, നിഷ്കളങ്കമായ ഒരു മനസ്സ്. ദഅവത്തിന് ഇറങ്ങുമ്പോൾ ഇഖ്ലാസോടുകൂടിയുള്ള ഒരു മനസ്സാണ്. ആരെന്ത് പറഞ്ഞാലും, ആരെന്ത് അംഗീകരിച്ചില്ലെങ്കിലും, ആർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, ആര് സന്തോഷിച്ചില്ലെങ്കിലും, ആര് അംഗീകരിക്കാതെ ഇതിനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞാലും എന്റെ റബ്ബ് എന്റെ അമല് കണ്ടിട്ടുണ്ട്, എന്റെ ഉദ്ദേശം എന്താണ് എന്ന് റബ്ബിന് മനസ്സിലായിട്ടുണ്ട് എന്ന ഒരു ചിന്ത, ആ ചിന്തയാണ് ഇഖ്ലാസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ ഒരു ചിന്തയിലായിരിക്കണം ഒരു മനുഷ്യൻ എല്ലാ രംഗങ്ങളിലും ഇബാദത്തുമായി മുന്നോട്ട് പോകേണ്ടത്. നമുക്ക് സഹോദരങ്ങളെ, നമ്മുടെ മൊബൈലുകളിലൂടെ നമ്മൾ ധാരാളമായി നന്മകൾ ഷെയർ ചെയ്യുന്നു, നമ്മൾ പല ആളുകളോടും സംസാരിക്കുന്നു, പല ആളുകളിലേക്കും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിഷയങ്ങൾ എത്തിക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ട് എന്നതുകൊണ്ട് നാളെ സ്വർഗത്തിൽ എനിക്ക് സീറ്റ് ഉറപ്പാൻ ഇല്ല. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലേക്ക് വിചാരണക്കായിട്ട് ആളുകൾ ഒരുമിച്ച് കൂട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം വിളിക്കുന്ന ആളുകളിൽ ഒരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, വറജുലുൻ തഅല്ലമൽ ഇൽമ വഅല്ലമഹു വഖറഅൽ ഖുർആൻ. ഇൽമിനെ നേടിയ ആൾ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഖുർആനിന്റെ വിജ്ഞാനങ്ങൾ, ഹദീസിന്റെ വിജ്ഞാനങ്ങൾ, ദീനിന്റെ ഫിഖ്ഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പഠിച്ച ആൾ, ഇൽമ നേടിയ ആൾ, അത് ഇൽമ ആളുകൾക്ക് പകർന്നു കൊടുത്ത ആൾ, വഖറഅൽ ഖുർആൻ, ഖുർആനിനെ പാരായണം ചെയ്യുന്ന ആൾ, അയാളെ മുമ്പിലേക്ക് കൊണ്ടുവരും. ഫഊതിയ ബിഹി ഫഅറഫഹു നിഅമഹു ഫഅറഫഹ. അവനെ കൊണ്ടുവന്നിട്ട് അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും അവന് മനസ്സിലാക്കി കൊടുക്കും. അവന് അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നെല്ലാം അവന് കിട്ടിയ അനുഗ്രഹങ്ങൾ അവന് ബോധ്യപ്പെടും. ഫഅറഫഹ, അവന് ബോധ്യപ്പെടും. അവന് സംസാരിക്കാനുണ്ടായിരുന്ന കഴിവ്, അവന് ഖുർആൻ പാരായണം ചെയ്യാനുണ്ടായിരുന്ന കഴിവ്, അവൻ ആളുകളെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താനുള്ള അവന്റെ സ്കില്ല്, ആളുകളിലേക്ക് അവന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉപയോഗിച്ചുകൊണ്ട് ആളുകളോട് അവൻ സംസാരിച്ചതും സംവദിച്ചതും അതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിയ കഴിവ്, ഇതെല്ലാം അവന് ബോധ്യപ്പെടുത്തി കൊടുക്കും. ഖുർആനിനെ മനസ്സിലാക്കാൻ, ഖുർആനിനെ ആളുകൾക്ക് പഠിപ്പിക്കാൻ, ഖുർആനിനെ ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ, ഇതിനെല്ലാം നൽകിയ അവഗാഹം നൽകിയ ഒരു മനസ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ബോധ്യപ്പെടുത്തി കൊടുക്കും. എന്നിട്ട് ഒരു ചോദ്യമുണ്ട്, ഖാല ഫമാ അമിൽത ഫീഹാ, അതുകൊണ്ട് എന്താ നീ ചെയ്തത്? ആ നാവ് കൊണ്ട്, ആ ഹൃദയം കൊണ്ട്, ആ ബുദ്ധി കൊണ്ട് നീ എന്താ ചെയ്തത്? അപ്പൊ ആ മനുഷ്യൻ പറയും, ഖാല തഅല്ലംതുൽ ഇൽമ വഅല്ലംതുഹു, ഞാൻ ആ ഇൽമിനെ പഠിച്ചില്ലേ, എനിക്ക് മനഃപ്പാഠമാക്കാനുള്ള കഴിവ് കൊണ്ട് ഞാൻ ഖുർആനിനെ ഹിഫ്ളാക്കിയില്ലേ, ഞാൻ ഹദീസിനെ ഹിഫ്ളാക്കിയില്ലേ, ഇസ്ലാമിന്റെ പല വിജ്ഞാന ശാഖകളിലും ഞാൻ അവഗാഹം നേടി, അത് ആളുകൾക്ക് പഠിപ്പിച്ചു, പറഞ്ഞു കൊടുത്തു. എന്നിട്ടോ വഖറഅതു ഫീകൽ ഖുർആൻ, റബ്ബേ നിന്റെ ഖുർആനിനെ ഞാൻ പാരായണം ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഖാല കദബത്, നീ കാദിബാണ്, നീ കളവാണ് പറഞ്ഞത്, നീ നുണയാണ് പറഞ്ഞത്. വലാകിന്നക തഅല്ലംതൽ ഇൽമ ലിയുഖാലു ആലിമുൻ, നീ ഇൽമു നേടിയതും ആളുകൾക്ക് ഇൽമു പറഞ്ഞു കൊടുത്തതും നീ ഷെയർ ചെയ്തതുമൊക്കെ ലിയുഖാലു ആലിമുൻ, നീ ആലിമാണ്, നീ അറിവുള്ളവനാണ്, നീ ഇതിനൊക്കെ കഴിവുള്ളവനാണ് എന്ന ആളുകൾ പറയാൻ വേണ്ടിയാണ്. ഫഖദ് ഖീല, അതിവിടെ പറയപ്പെട്ടു, അതിന്റെ കഴിഞ്ഞു, അതിന്റെ പ്രതിഫലം എന്താണോ അത് അവിടെ അവസാനിച്ചു, ആളുകൾ പറഞ്ഞു. സുമ്മ ഉമിറ ബിഹി, അവന്റെ കാര്യത്തിൽ ഒരു കൽപ്പനയുണ്ടാകും. ഫഹുസിബ അലാ വജ്ഹിഹി ഹത്താ ഉൽഖിയ ഫിന്നാർ, അവന്റെ മുഖം ഇങ്ങനെ നിലത്തുകൂടെ വലിച്ചഴച്ച് അവനെ നരകത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിച്ചെറിയുമെന്നാണ്. നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ നീയത്ത് എന്ന് പറയുന്നത്, നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് വളരെ വലിയ വിശാലമായ ഒരു വിഷയമാണ്. നമ്മുടെ ഉദ്ദേശം ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര വലിയ പ്രവർത്തനങ്ങൾ ചെയ്താലും, നമ്മൾ എത്ര വലിയ കാര്യങ്ങൾ ചെയ്താലും, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കണമെങ്കിൽ അത് അല്ലാഹുവിലേക്ക് മാത്രം തിരിച്ചുവിട്ട ഒരു ഇബാദത്തായിരിക്കണം. പൂർണ്ണമായിക്കൊണ്ട് 100% അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്തൊരു അമലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. സുബ്ഹി നമസ്കാരങ്ങളിൽ ഇന്ന് നമ്മളിൽ പലരും കേട്ടിട്ടുള്ള ഒരായത്തുണ്ടാവും, ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ. സ്വർഗവാസികളുടെ ഒരു പ്രത്യേകതയാ, അവര് ഭൂമിയിൽ ആളുകൾക്ക് ഭക്ഷണം നൽകുന്ന ഒരു സമയമുണ്ട്. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകുമ്പോൾ ഒരു പറയുന്ന ഒരു വർത്തമാനമുണ്ട്, ഇന്നമാ നുത്ഇമുക്കും, നിങ്ങൾക്ക് ഭക്ഷണം നൽകിയത് വജ്ഹില്ലാ, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചാണ്. ലാ നുരീദു മിൻകും, നിങ്ങളിൽ നിന്നൊന്നും തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല.
ജസാഅൻ വലാ ശുകൂറ. നിങ്ങൾ എന്തെങ്കിലും പ്രതിഫലം നൽകണമെന്നോ, നിങ്ങൾ എന്നോട് നന്ദി പറയണമെന്നോ, നിങ്ങൾ എന്നോട് താങ്ക്സ് പറയണമെന്നോ, നിങ്ങൾ എന്നെ കാണുമ്പോൾ ചിരിച്ചു കാണിക്കണമെന്നോ, നാളെ നിങ്ങൾ എന്നെ കാണുമ്പോൾ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കണമെന്നോ, നിങ്ങൾ എന്നെ കാണുമ്പോൾ ഒന്ന് കുമ്പിടണമെന്നോ, നിങ്ങൾ എന്നെ കാണുമ്പോൾ എനിക്ക് ഒന്ന് ഷെയ്ക്കാൻഡ് തരണമെന്നോ, നിങ്ങൾ എന്നെ പറ്റി നന്മ പറഞ്ഞു നടക്കണമെന്നോ, ലാ നുരീദു മിൻകും, ഇതൊന്നും നിങ്ങളിൽ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാ, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചാണ് ചെയ്തത്. ഇത് രണ്ടുമില്ല. അള്ളാന്റെ വജ് ഉദ്ദേശം ചെയ്യുന്നു, ആളുകൾ കാണുമ്പോൾ ഒരു സന്തോഷം, ആളെ അംഗീകരിക്കണം, ആളുകൾ അതൊക്കെ സമ്മതിച്ചു തരണം, ആളുകൾ എന്നെ പറ്റി നല്ലതും പറയണം. ഇത് രണ്ടും കൂടെ ഇല്ല. അത് നമ്മുടെ നീയത്തിൽ വരുന്ന കളങ്കമാണ്. അതുകൊണ്ട് നമ്മുടെ നീയത്തുകളെ ശരിയാക്കാൻ, നമ്മുടെ ഉദ്ദേശശുദ്ധികളെ, നമ്മുടെ ഇബാദത്തുകളെ ഏറ്റവും നല്ല ഇഖ്ലാസോടുകൂടി നമുക്ക് ചെയ്യാൻ കഴിയണം. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أصلي وأسلم على سيد الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. നമ്മുടെ നിയ്യത്ത് എത്രത്തോളം പ്രാധാന്യമുള്ളതായിരിക്കണമെന്നും നമ്മുടെ ഉദ്ദേശശുദ്ധി നമ്മുടെ ഇബാദത്തുകളെ പല തലങ്ങളിലേക്കും തിരിച്ചുവിടും എന്നതിനെയൊക്കെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നത്. മുമ്പുണ്ടായിരുന്ന പല സലഫുസ് സ്വാലിഹീങ്ങളും റിയാഇനെ തൊട്ട് ഇബാദത്തുകൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ദഅവത്തിന്റെ മേഖലകളിൽ ആളുകൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുമ്പോൾ, ആളുകളെ വിഷയങ്ങൾ പഠിപ്പിക്കുമ്പോഴൊക്കെ റിയാഇനെ സംബന്ധിച്ച് അവർ വല്ലാതെ ഭയപ്പെട്ടിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സുഫിയാൻ സൗരി റഹ്മഹുല്ലാ അദ്ദേഹം പറയാ, മാ ആലജ്തു ശൈഅൻ അശദ്ദു അലൈ, ഞാൻ എന്നിൽ തന്നെ ഇത്രയേറെ പ്രയാസകരമായ മറ്റൊരു വിഷയവും കണ്ടിട്ടില്ല. ഇത്രയേറെ ഞാൻ കഷ്ടപ്പെട്ടിട്ടുള്ള, ഇത്രയേറെ ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു വിഷയവും ഞാൻ കണ്ടിട്ടില്ല. മിൻ നീയത്തി, എന്റെ നീയത്തിന്റെ വിഷയത്തിൽ, എന്റെ നീയത്തിന്റെ വിഷയത്തിൽ, എന്റെ ആ ആളുകൾ കാണുന്ന പ്രകടനപരതയാകട്ടെ, റിയാ ആകട്ടെ, ആ അള്ളാഹുവിലേക്കുള്ള ഫോക്കസ് മാറലാകട്ടെ, അള്ളാഹുവിലേക്കുള്ള ഉദ്ദേശത്തെ തൊട്ട് മറവി സംഭവിക്കലാകട്ടെ, ഇങ്ങനെയുള്ള നീയത്തുമായി ബന്ധപ്പെട്ട നീയത്തിനെ ഫസാദിലാക്കുന്ന വിഷയത്തെ തൊട്ട് ഞാൻ പ്രയാസപ്പെട്ടതുപോലെ ജീവിതത്തിൽ വേറെ ഒരു വിഷയത്തിലും ഞാൻ പ്രയാസപ്പെട്ടിട്ടില്ല. ഇന്നഹാ തതഖല്ലബു അലൈ, അത് എപ്പോഴും എന്നിൽ ഇങ്ങനെ മാറി പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഈ നീയത്ത് ഇങ്ങനെ മാറുക എന്നത് അത് മനുഷ്യ സഹജമാണ്. ആളുകളുടെ അംഗീകാരം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹമാണ്. ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കും ആളുകൾ എന്നെ അംഗീകരിക്കണം, ആളുകൾ എന്നെ ഇഷ്ടപ്പെടണം. എന്നാൽ ഇബാദത്തിന്റെ വിഷയത്തിൽ നമ്മുടെ ഉദ്ദേശശുദ്ധിയിൽ ഇതെല്ലാം വന്നു ചേരുമ്പോഴാണ് നമ്മുടെ ഇബാദത്തുകൾക്ക് കോട്ടം തട്ടുക. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്തൊരു ഖുതുബയിൽ എങ്ങനെയാണ് നമ്മൾ ഈ റിയാഇനെ, ഈ ഒരു ലോകമാന്യത, ഈ വിഷയത്തെ നമ്മൾ എങ്ങനെ മറികടക്കും, ഇതിന് പ്രതിവിധികളായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്തൊരു ഖുതുബയിൽ നമുക്ക് വിശാലമായി കൊണ്ട് സംസാരിക്കാം. ഏതിരുന്നാലും ഇതിന്റെ ഗൗരവം എന്താണ് എന്ന് മനസ്സിലാക്കലാണ് ഒന്നാമത്തെ പോയിന്റ്. ഇത് ശിർക്കുൻ അസ്ഗറാണ്, ഇത് അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന ഒരു വിഷയമാണ് എന്ന ഒരു ബോധമാണ് ഇതിനെ മനസ്സിൽ നിന്ന് എനിക്ക് നീക്കണം എന്ന ഒരു ചിന്തക്ക് തുടക്കം കുറിക്കുക. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മനുഷ്യന്മാരെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് ധാരാളം അമലുകളുമായി വന്ന ആളുകളുണ്ടാകും. ഒരുപാട് അമലുകൾ, ദൈർഘ്യമേറിയ വലിപ്പമേറിയ അമല് കൊണ്ടുകൊണ്ട് ആൾക്കാർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ വരും. അല്ലാഹു പറയും, ഇദ്ഹബൂ ഇലല്ലദീന കുൻതും തുറാഊന ഫിദ്ദുനിയ, പോയിക്കോ, ഇദ്ഹബൂ, പോയിക്കോ, ഇവിടെ ഒന്നുമില്ല, ഇവിടെ എന്തിനാ? ഇദ്ഹബൂ ഇലല്ലദീന കുൻതും തുറാഊൻ, നീ ആരൊക്കെയാണോ അത് കാണണമെന്ന് ആഗ്രഹിച്ചത് അവരുടെ അടുക്കലേക്ക് പൊക്കോ. ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് പറയുന്നൊരു വിഷയമാണ്. ആര് കാണണമെന്നാണോ ഉദ്ദേശിച്ചത്, ആര് അംഗീകരിക്കണമെന്നാണോ ഉദ്ദേശിച്ചത്, അവരുടെ അടുക്കലേക്ക് പൊക്കോ. എന്നിട്ട് നോക്ക്, ഹൽ തജിദൂന ഇൻദഹും ജസാ, എന്നിട്ട് അവരുടെ അടുക്കൽ എന്തെങ്കിലും കിട്ടാനുണ്ടോ, അവരുടെ അടുക്കൽ നിന്ന് ജസാ, പ്രതിഫലങ്ങൾ എന്തെങ്കിലും കിട്ടാനുണ്ടോ, അത് അവിടെ ചെന്ന് അന്വേഷിച്ചോ. എന്നിട്ട് അവരുടെ അടുത്ത് വല്ലതും കിട്ടാനുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് മേടിച്ചോ. സഹോദരങ്ങളെ, നമ്മൾ നടത്തുന്ന നമ്മുടെ പരിപാടികൾ, നമ്മുടെ ഖുർആൻ പാരായണങ്ങൾ, നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ എല്ലാ ഇബാദത്തുകളും അല്ലാഹു മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഇതിനൊന്നും എന്റെ അടുക്കൽ നിന്ന് പ്രതിഫലമില്ല, ഇദ്ഹബൂ, അവിടെ പൊക്കോ, ഫൻദുറു, അവിടെ നോക്കിക്കോ,
അവിടെ ഉണ്ടോന്ന് നോക്കിക്കോ. ഇതിനൊന്നും പ്രതിഫലം ഇവിടെ നിന്നില്ല. കാരണം ഇവിടെയല്ല ഉദ്ദേശിച്ചത്, അവിടെയാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് അവിടെ പോയിക്കോ, അവിടെ പോയി മേടിച്ചോ, അവിടെ പോയി നോക്കിക്കോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്ന ഒരു രംഗം സഹോദരങ്ങളെ, എത്ര ഭയാനകരമായ ഒരു രംഗമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോകുന്ന എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മുടെ നിയ്യത്തുകളെ ശരിയാക്കാൻ, നമ്മുടെ ഉദ്ദേശ ശുദ്ധികളെ ഏറ്റവും നല്ല രൂപത്തിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സഹപ്രവർത്തകർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, ശാരീരികമായ പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, മാനസികമായ വിഷമങ്ങൾ നേരിടുന്ന ആളുകളുണ്ട്, കുടുംബങ്ങളിലും ജോലി സ്ഥലങ്ങളിലുമൊക്കെ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും നേരിട്ടുകൊണ്ട് മാനസികമായ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ധാരാളം ആളുകളുണ്ട്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ എളുപ്പമാക്കി നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ثبت قلوبنا على دينك، ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم انصر إخواننا المسلمين في فلسطين. اللهم أصلح حال إخواننا المسلمين في فلسطين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين، وأذل الشرك والمشركين، وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وأقم الصلاة.